വണ്ടി വരുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇന്നോവ ആകുമ്പോ ഒരു 12-13 പ്രതീക്ഷിക്കാം മൈലേജ് അല്ലേ? എത്രക്ക് കൊടുക്കാം നമുക്ക് ഇത് ചെറിയ വിലക്ക് 5.25 കൊടുക്കാം. 5.25 ലക്ഷം റുപ്യക്ക് സിംഗിൾ ഓണർ ഉപയോഗിച്ച ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. 2 ചാവി ഉണ്ടാവില്ലേ ഇനി? സെക്കൻഡ് ചാവി വരെ ഉണ്ട്, ഹിസ്റ്ററി വരെ ഉണ്ട്. അതെ, ആൾട്ടോ എന്ന് പറഞ്ഞാല് സിംഗിൾ ഓണർ കിട്ടാൻ ഭയങ്കര പണി. ഇതൊക്കെ പെട്ടെന്ന് പോകും വണ്ടി, ഇതൊന്നും അധികാലം നിക്കൂല. കാണുന്നവര് പെട്ടെന്ന് വിളിച്ചോളി കൊണ്ടുപോയിട്ടാണല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3,25,000 കൊടുക്കാം. നേരിട്ട് വന്ന് എന്തെങ്കിലും കുറച്ചാവും കൊടുക്കാം. 1,45,000 1,45,000 രൂപയ്ക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇയോണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് എത്തിയോസ്. അതും ഡുവൽ ടോൺ കളർ വരുന്ന വണ്ടി കേട്ടോ. ഇതിന്റെ മോഡൽ എത്ര വരുന്നേ? ഇത് 2015 മോഡൽ. ഇത് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം അല്ലേ? ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു കൊണ്ടോട്ടിലുള്ള OP കാർസ്. ഇതാ ഇവിടെ കുറെ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്കുകൾ ഇതാ കേറിയിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകൾക്കുള്ള വണ്ടികളുണ്ട്. പിന്നെ കൂടാതെ ഇന്നോവന്റെ ഒരു കളക്ഷൻ വരുന്നുണ്ട്. അതും ചെറിയ റേറ്റിൽ നമുക്ക് ഇന്നോവ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ SUV ഉണ്ട്, സഡാൻ വണ്ടികളുണ്ട്, പിന്നെ എത്തിയോസ് ഉണ്ട്, പോളോ ഉണ്ട്, സ്വിഫ്റ്റ്, വാഗനാർ തൊട്ട് ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാതും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി. അജിക്ക മലയും വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കൊണ്ടോട്ടി ഇന്ത്യൻ പമ്പ്, മാൻഡി ഓഡിറ്റോറിയം. അതിനടിച്ചാ മതി, ഗൂഗിളില് അടിച്ചാ മതി, അവിടെ എത്തി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറല്ല, അതിന്റെ കോൾ ഇപ്പോഴും വന്നു കൊടുക്കല്ലേ? വണ്ടി കുറെ സെയിലായി, പുതിയ ഇപ്പൊ കയറി. അപ്പളല്ലേ ഇപ്പൊ 2ാമത്തെ വരവ്. അതിന്റെ മുമ്പില് കോളന്നെ തീർന്നിട്ടില്ല. ഒരുപാട് ഇന്നോവകൾ കേറിയിട്ടുണ്ട്, എത്തിയോസ്, പോളോ, പല ഐറ്റംസ് ഇപ്പൊ കയറിയിട്ടുണ്ട്. വണ്ടിയാ കിടക്കണൊക്കെ പെട്ടല്ലേ? ഇത് മുതൽ ആ തല വരെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കയറിയല്ലേ? സാധാരണക്കാരന് പറ്റിയ വണ്ടി ഉണ്ട്, ചെറിയ ഉണ്ട്, നല്ല ഉണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ എല്ലാരും വീഡിയോ അവസാനം വരെ കാണുക. ഈ പറഞ്ഞൊന്നും ഫിക്സഡ് പ്രൈസ് അല്ല, എന്തെങ്കിലുമൊക്കെ നമ്മള് നെഗോഷ്യബിൾ ആണ്. ധൈര്യമായിട്ട് വന്നോളൂ, നമ്മൾ ആചരിക്കേണ്ട ഇവിടെ. നിങ്ങളെ റേറ്റ് പറ്റാണ് നിങ്ങൾ ഇവിടുന്ന് പോകില്ല. ആദ്യമായിട്ട് ഒരു ഡസ്റ്റർ തന്നെ പരിചയപ്പെടാം അല്ലെ? ഒരു ചികിടൻ ടെസ്റ്റർ. നല്ല വൃത്തിയുണ്ട് കാണാന്. ടയർ ഒരു 80% ടയർ. മോഡൽ എത്ര വരുന്നത്? 2012 മോഡൽ. ഓണർഷിപ്പ് അത്യാവശ്യം ഉണ്ട്. ആ റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. ആ റേറ്റ് നമുക്ക് കുറച്ചും കൊടുക്കാം. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബോഡി തന്നെയാണ് വരുന്നത്. ഇഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? പക്ക 130 കിലോമീറ്റർ ഓട്ടം. 1,30,000 ഓടിയിട്ടുണ്ട്. ഇത് അലോയിലൊക്കെ ആണ് കേട്ടോ വരുന്നത്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്ത ഇന്റീരിയർ വരുന്നത്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? നമ്മള് 3.25 ലക്ഷം രൂപ. അതിന്നും കുറച്ച് കൊടുക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ. വെറും 3.25 ലക്ഷം റുപ്യക്ക് ഡസ്റ്റർ നമുക്ക് സ്വന്തമാക്കാം. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നല്ലൊരു പോളോ പരിചയപ്പെടാം. കുറച്ച് മോഡൽ കൂടിയ വണ്ടി. മോഡൽ എത്ര വരുന്നത്? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര ഓട്ടം? 42,000 കിലോമീറ്റർ. വെറും 42,000 ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഇതിന് മേജർ ആക്സിഡന്റ്? മെയിൻ ഗ്ലാസ് മാറ്റണ്ട്, ഡോർ ഗ്ലാസ് മാറ്റണ്ട്, ഗ്ലാസുകൾ മാറ്റണ്ട്. രണ്ട് ഗ്ലാസ്. ഓക്കെ, പിന്നെ ടയറും 4 അലോയിലാ വരുന്നത്. ഇന്റീരിയർ വശത്തോട്ട് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈലൈൻ പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? മൈലേജ് 18 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാം, മേലെല്ലാം കുറയില്ല. ആയിക്കോട്ടെ, എത്ര കൊടുക്കാം? നമുക്ക് 7,40,000 കൊടുക്കാം. ഇത് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ലോണും കിട്ടും. അതില് ഫുള്ള് ലോണും കിട്ടും. ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുള്ള് ലോണില് പോളണ്ട് കൊടുക്കാം അല്ലെ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് എത്തിയോസ്. അതും ഡുവൽ ടോൺ കളർ വരുന്ന വണ്ടി കേട്ടോ. ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2015 മോഡൽ. ഇത് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം അല്ലെ വണ്ടി? ഇത് നമ്മള് 4.65 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. ഒന്നും നോക്കാനില്ല, ഒന്നും നോക്കാനില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഹനമാണ്. 4,60,000 രൂപ നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? അതെ അതെ അതെ. ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും മോശമില്ലാത്ത ഇന്റീരിയർ തന്നെ നമുക്ക് പറയാം. സീറ്റ് കവറും കാര്യങ്ങളൊന്നും തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ലോൺ കിട്ടൂല ഇനി? 3.5 ലോൺ കിട്ടും. 3.5 ലക്ഷം റുപ്യ അല്ലേ? ബാക്കി നമ്മള് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ
മാക്സിമം നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഡിസൈർ പരിചയപ്പെടാം. മോഡൽ എത്ര? 2011. പെട്രോളോ ഡീസലാ? ഡീസലല്ലേ. ഓപ്ഷന് VDI ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് ഒക്കെ എത്ര ആയിരിക്കും? ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ. കിലോമീറ്റർ 140. അപ്പൊ 20ന്റെ മുകളില് മൈലേജ് പ്രതീക്ഷിക്കാം. 20 മൈലേജും കിട്ടും. 20 മൈലേജ് റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല അല്ലേ. ഇന്റീരിയർ വാസ്തവർ വന്നാലും ഒക്കെ കമ്പനി സാധനങ്ങൾ തന്നെ വരുന്നുണ്ട് അല്ലേ. 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ടയർ ഒരു ആവറേജ് ടയർ പുതിയത്, ഒന്ന് ചെറിയൊരു 70%. ബാക്കിൽ ഒന്ന് 70% ഉണ്ട്, ബാക്കിയൊക്കെ ഫുൾ കട്ട ടയറും വരുന്നുണ്ട്. പുതിയ ടയർ. ഓക്കെ, എത്ര കൊടുക്കാം? 2,55,000. 2,55,000. ഇതുമ്മ ലോണ് കയറും? 1.5 കയറും അല്ലേ. മാക്സിമം ലോണും കയറും. 2,55,000 ആണ്. അത് എന്തെങ്കിലും കുറച്ചു തരും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് വാഗണർ. മോഡല് 2016. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണറോ? ഓക്കെ. കിലോമീറ്ററോ? 75,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അല്ലേ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ. തരക്കേടില്ലാത്ത ബോഡി ഷേപ്പ്. 75,000 കിലോമീറ്റർ. അത് സർവീസ് ഒക്കെ ഉണ്ടാവും ഇതിനൊക്കെ? സർവീസ് എടുത്തിട്ടില്ല, ചിലപ്പോ ഉണ്ടാവും. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആട്ടോ. എത്ര കൊടുക്കാം? ഇത് 3,60,000 രൂപ കൊടുക്കാം. ലോണ് കയറുമോ? ലോണ് 2.5 ലോണും കയറും. 2.5 ലക്ഷം ലോണും കയറൂലേ. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു ഇയോണ് പരിചയപ്പെടാം. ഒരു ചെറിയ റേറ്റിൽ കൊടുക്കാൻ പറ്റിയ ഇയോൺ അല്ലേ. 2013. ഓണർഷിപ്പോ? മൂന്നാമത്തെ ഓണർ അല്ലേ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ബോഡി ഷേപ്പാണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ 68,000 കിലോമീറ്റർ. ഇതിനിപ്പോ എത്ര മൈലേജ് കിട്ടും? 18 റേഞ്ച് മൈലേജ് കിട്ടും. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വലിയ മോശമില്ലാത്ത ഇന്റീരിയർ അല്ലേ. ഓക്കെ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് 1.45 ലാസ്റ്റ് കൊടുക്കാം. 1.45. 1,40,000 രൂപയ്ക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇയോണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി വാഹനം കേട്ടോ. ഓക്കെ, വലിയ കിലോമീറ്റർ ഒന്നും ഓടിയില്ല. വെറും 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായി നമുക്കൊരു ബലേനെ പരിചയപ്പെടാം. മോഡൽ എത്ര വരുന്നത്? 2020. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ അല്ലേ. സിംഗിൾ ഓണർ ആണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 52,000. അതൊക്കെ സർവീസ് ഇല്ല വണ്ടിക്ക്? ഹിസ്റ്ററി ഉണ്ട് അല്ലേ. ഇതിന്റെ ബോഡി എന്തെങ്കിലും റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല അല്ലേ. ടയർ ഒരു 80% ഉണ്ട് അല്ലേ. 80% ടയർ ഉണ്ട്. ഓക്കെ, തരക്കേടില്ലാത്ത വാഹനം കേട്ടോ. ബലേനോ ഏതായിരുന്നു വേരിയന്റ്? ഡെൽറ്റ അല്ലേ. ഓക്കെ, ഡീഫോഗർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആണ്. മൈലേജ് ഇപ്പൊ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വലിയ തരക്കേടില്ലാത്ത അല്ല ഇന്റീരിയർ തന്നെയാണ് വരുന്നത് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. ഓട്ടോമാറ്റിക് AC, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എത്രയ്ക്ക് നമുക്ക് കൊടുക്കാം? 6,70. 6,70,000 രൂപ കൊടുക്കാം. അതിന് എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? പിന്നെ മാക്സിമം ലോൺ കയറ്റാൻ പറ്റും ഇതിനൊക്കെ? ഏകദേശം ഒരു 80%, 90% ലോൺ കിട്ടും. 90% ലോൺ കിട്ടും. നല്ല ട്രാക്ക് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നല്ലൊരു 90% ലോൺ കിട്ടുന്ന ഒരു വണ്ടി സ്വന്തമാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു നിസാൻ ടെറാനെ പരിചയപ്പെടാം. മോഡല് 2013 12 മാസം വണ്ടി. 2013 12 മാസമുള്ള വണ്ടി. ഓണർഷിപ്പോ? സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിന്റെ വണ്ടി? 80,000. ഓപ്ഷൻ ഏതാണ്? ഫുൾ ഓപ്ഷൻ അല്ലേ. ഡയമണ്ട് കട്ട് അലോയിലും വരുന്നുണ്ട്. ഓക്കെ, ഒക്കെ കമ്പനി കൊടുക്കുന്ന സംഭവങ്ങൾ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു കുത്തു പോലും റീപ്ലേസ് ഒന്നും. ഇയർ ബാഗ് തൊട്ട് ഒരുപാട് ഫങ്ഷൻസ് വരുന്ന വണ്ടി കേട്ടോ. മാക്സിമം നമുക്ക് ചെറിയ റേറ്റിൽ കൊടുക്കാം. എത്ര കൊടുക്കാം? 4,20,000 രൂപയ്ക്ക് ഒരു വലിയ വണ്ടി അല്ലേ. ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വളരെ ക്ലിയർ അല്ലേ, ഒരു അലമ്പുമില്ലല്ലോ. റീപ്ലേസ് ഇല്ലാന്ന് റീപ്ലേസും ഇല്ല. ടയർ ഒരു 80% ഉണ്ട്. 80% ടയർ ഉണ്ട്. ലോണൊക്കെ കിട്ടുമോ? 3 ലോൺ കിട്ടും അല്ലേ. നല്ല കസ്റ്റമറാണ് 3.5 പോകും. 13 കണ്ണൂർ രജിസ്റ്റർ വണ്ടിയാണ്. 32 ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ പരിചയപ്പെടാം. പെട്രോൾ അല്ലേ. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മോഡല് 2012. ഓണർഷിപ്പോ? സെക്കൻഡ് ഓൺ. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 170 ഓടിയുണ്ട്. 170 ഓടിയുണ്ട് അല്ലേ. ബാക്കിൽ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ആവറേജും വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അപ്പൊ അലോയിലും വരും. ഇതൊക്കെ കമ്പനി ഇൻബിൽഡ് ഒരുപാട് ഫങ്ഷൻസ് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും വലിയ തരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെയാണ് വരുന്നത്.
ഇത് ന്യൂ ഷേപ്പ് ആണല്ലേ? ആ ന്യൂ ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. എത്ര കൊടുക്കാം? 250 കൊടുക്കാം. 2,50,000 രൂപക്ക് സ്വിഫ്റ്റ് ഡിസയർ ന്യൂ ഷേപ്പ് അല്ലേ? ഓക്കെ. ലോൺ കിട്ടും ഇതിന്? ലോൺ 100 രൂപ. ഒരു 50,000 റുപ്യന്റെ ഒരു സ്വിഫ്റ്റ് ഡിസയർ എന്താക്കാം നമുക്ക്. ഓക്കെ. പിന്നെ നമുക്ക് നോമ്പിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൊടുക്കാൻ പറ്റുമോ? നോമ്പിന് ഓഫറുകളുള്ള കാര്യമായിട്ട് ഒരുപാട് ഓഫറുകൾ നമുക്ക് കൊടുക്കാം. ഓഫറുണ്ട്. കസ്റ്റമർ നേരിട്ട് വന്നാൽ മാക്സിമം ഓഫറുള്ളിടത്തോളം കൊടുക്കും. വിലന്റെ പേരിൽ നിങ്ങൾ തെറ്റിപ്പോണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, പറഞ്ഞേക്കുമല്ലോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഹുണ്ടായിന്റെ വർണ്ണ പരിചയപ്പെടാം. സെഡാനിൽ വരുന്ന 1.6 വരുന്ന വണ്ടി, ഫുൾ ഓപ്ഷൻ, 6 എയർ ബാഗ് വരുന്ന വണ്ടി അല്ലേ? 6 എയർ ബാഗ് വരുന്ന വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. മോഡല് 2014 12 മാസം വണ്ടി. എത്ര മൈലേജ് കിട്ടും ഇതിന്? 22 മൈലേജ് കിട്ടും. 22 മൈലേജ് കിട്ടും. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ചികിടം വണ്ടിയാ. അതെ. 6 എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി എല്ലാ ഫിറ്റിംഗ്സും ഉള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽ അടക്കം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാര് തണുപ്പായിരിക്കും. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ സെഡാനാണ്, 1.6 ആണ്. നല്ല പവറും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. എത്ര കൊടുക്കാം? നമുക്ക് 5,10 കൊടുക്കാം. 5,10,000 രൂപ കൊടുക്കാം. ലോൺ കിട്ടുമേ? ഇതുമേലൊരു 3.5 രൂപ അടുത്ത് ലോണും കിട്ടും. 4 രൂപേന്റെ അടുത്ത് ലോൺ കിട്ടും. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും കിട്ടും. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അടുത്തതായിട്ട് നമുക്ക് SX4 പരിചയപ്പെടാം. മോഡല് 2012 മോഡൽ അല്ലേ? ഇത് മാരുതിന്റെ റയർ വാഹനമാണ്. അത് അധികം നമ്മൾ റോട്ടിലൊന്നും കാണാത്തൊരു വണ്ടിയില്ലേ? അതിനെ കുറിച്ച് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. എങ്ങനെയുണ്ട് വണ്ടി? ക്ലീൻ വണ്ടിയാ, ഒരു റീപ്ലേസും ഇല്ല. എഞ്ചിനൊക്കെ പക്കല്ലേ? എഞ്ചിനൊക്കെ പക്ക. ഡീസല് പെട്രോളാ? ഡീസൽ. മൈലേജ് എത്ര കിട്ടും? 20 പ്രതീക്ഷിക്കാം അല്ലെ? ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വലിയ തരക്കേടില്ല. മാരുതി ഒരു ലക്ഷറി വാഹനം ഉദ്ദേശിച്ചിട്ട് ഇറക്കിയൊരു വണ്ടിയാണിത്. നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാനും പറ്റും. എത്ര കൊടുക്കാം? നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 രൂപ കൊടുക്കാം. ലോൺ എത്ര കിട്ടും ഇതിന്? ഒരു 1.25 ലോണും കിട്ടും. 1.25 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡീസലും 20 കിലോമീറ്റർ മൈലേജ് ലക്ഷറി വാഹനം കൊടുക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഒരു മനുഷ്യനെ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. ഡീറ്റെയിൽ വരുന്നേ 2010 മോഡല്. 10 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ പറയാൻ പറ്റും? സിംഗിൾ ഓണർ. ഓക്കെ. ഇതിനൊക്കെ ഏകദേശം ഒരു ഈ സമയമാകുമ്പോ ഒരു 4-5 ഒക്കെ സിംഗിൾ ഒരാൾ യൂസ് ചെയ്ത സാധനം. പിന്നെ മൈലേജും കിട്ടും. മൈലേജ് 20 കിട്ടും. ഡീസലാണ്. പിന്നെ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നാക്കി കൊടുക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടുപോകണം. നന്നാക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നന്നാക്കി കൊടുക്കണം. അതിന് ഇല്ലറ കൂടുന്നുള്ളൂ. അതിനൊരു ചെറിയ ചില്ലറ കൂടും. ഓക്കെ. ഈ കണ്ടീഷനിൽ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.10 കണ്ടീഷനിൽ കൊടുക്കാം. 1,10,000 രൂപ ലാസ്റ്റ് ആണ്. എന്തെങ്കിലും ചെറിയൊരു മാറ്റം, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. 1,10,000 രൂപയ്ക്ക് നമുക്ക് ടാറ്റ മെൻസിനെ കൊടുക്കാമല്ലോ. അപ്പൊ അടുത്തായിട്ട് ഈ വീഡിയോത്തെ ഒരു ഹൈലൈറ്റ് വണ്ടി നമുക്ക് പരിചയപ്പെടാം. സിംഗിൾ ഓണർ ഉപയോഗിച്ച ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. 2 ചാവി ഉണ്ടാവില്ലേ ഇതിന്? സെക്കൻഡ് ചാവി വരെ ഉണ്ട്, ഹിസ്റ്ററി വരെ ഉണ്ട്. അതെ. ആൾട്ടോ എന്ന് പറഞ്ഞാല് സിംഗിൾ ഓണർ കിട്ടാൻ ഭയങ്കര പണി. ഇതൊക്കെ പെട്ടെന്ന് പോകും വണ്ടി. ഇതൊന്നും അധികാലം നിക്കൂല. കാണുന്നവര് പെട്ടെന്ന് വിളിച്ചോളി കൊണ്ടുപോയിക്കോളി. മോഡല് 2008 പുതിയ പേപ്പർ എടുത്തേക്കണ്. 8 മോഡല്, സിംഗിൾ ഓണർ. കിലോമീറ്റർ തോടിന്റെ അപ്പൊ കിലോമീറ്റർ 60,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അനങ്ങിയിട്ടില്ലല്ലേ വണ്ടി? അത്രയും ക്വാളിറ്റി ഇന്റീരിയർ. അപ്പൊ വില ആൾക്കാർ കരുതും ഓവർ ആയിരിക്കും. നമുക്ക് എത്ര കൊടുക്കാം ഇതിന്? നമുക്കിപ്പോ ഈ കണ്ടീഷനിൽ 95 രൂപ കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. ഇത്രയും ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു അതെ, പുത്തൻ വണ്ടി എടുക്കണ പോലെ കൊണ്ടാവും അല്ലെ? ഒരു 90,000 രൂപയ്ക്ക് ആൾട്ടോ സ്വന്തമാക്കാട്ടോ. നല്ല ക്ലീൻ പീസ് വി ഓപ്ഷൻ ഇന്നോവ. ഇത് കണ്ടാലൊരു 15ന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ വണ്ടി 2010 ആണ്. ഓക്കെ. ഡീറ്റെയിൽ അതിന് വരുന്നത് 2010 മോഡല്, വി ഓപ്ഷൻ നമ്പറായ വണ്ടി കേട്ടോ. റീ രജിസ്റ്റേർഡ് വാഹനമാണ്. ഓക്കെ. ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. 4 അലോയ് വീലാണ്. ടയർ ഒരു 80% ഉണ്ട് അല്ലേ? ഓക്കെ. സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും വണ്ടിക്ക്? മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ലേ? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ. ഇതിപ്പോ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് കവർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഒന്നും നോക്കാനില്ല.
പിന്നെ സിസ്റ്റം വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ. ഓക്കെ, അത് സർവീസ് ഒക്കെ ഉണ്ടാവില്ല വണ്ടിക്ക്? സർവീസ് നോക്കേണ്ടി വരും. ഓക്കെ, 8 സീറ്റ് ആണല്ലേ വരുന്നത്? 8 സീറ്റാണ് വണ്ടി വരുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇന്നോവ ആകുമ്പോ ഒരു 12-13 ഒക്കെ പ്രതീക്ഷിക്കാം മൈലേജ് അല്ലേ? എത്രക്ക് കൊടുക്കാം നമുക്ക്? ഇത് ചെറിയ വിലക്ക് 5.25 കൊടുക്കാം. 5.25 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 2010 മോഡൽ V ഓപ്ഷൻ ഇന്നോവ 5.25 ലക്ഷം റുപ്യക്ക് എവിടുന്നും കിട്ടൂല. അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി. വിലക്ക് തരക്കേടില്ലാത്ത വണ്ടി. 13 മോഡല്. ഇപ്പൊ ഓണറൊക്കെ പറയാൻ പറ്റും ഇതിന്റെയൊക്കെ? ഓണർ 2 ഓണർ. ഓക്കെ, ഞാനൊക്കെ ഒരു 4 നിർബന്ധാണ് ഈ സമയത്ത്. ഇത് അലൈവിലൊക്കെ വരുന്നുണ്ട്? അലൈവില് കാര്യമൊക്കെ ഉണ്ട്, വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ബോഡിന്. ഇതൊന്നും കഴുകേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യണ്ട, പുറമേ കാണുമ്പോഴല്ലോ, ഉള്ളൊക്കെ നല്ല ഉഷാറുണ്ടല്ലേ വണ്ടിന്റെ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എത്രക്ക് നമ്മള് കൊടുക്കണത്? നമുക്ക് 70 ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിന്റെ വില. പുതിയ സ്കൂട്ടി കൊടുക്കണപ്പോ 1 ലക്ഷത്തിന് മുകളില്. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി സ്വന്തമാക്കുന്ന ആൾക്കാർക്ക് മഴയും വെയിലൊന്നും കൊള്ളാതെ AC കെട്ടി യാത്ര ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു എത്തിയോസ് പരിചയപ്പെടാം. മോഡല് കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? 2013 അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എത്ര ഓടി ഉണ്ടാവും? 1.15 അല്ലേ? ഇത് കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും GD വണ്ടിയല്ലേ? അതിനുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ അതിനുള്ള നമുക്ക് പ്രൈസ് ചെറിയ ടച്ച് പോളിസ് നടത്താണ്ട്, അതൊക്കെ നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. ടച്ച് പോളിസ് കാര്യങ്ങളൊക്കെ നടത്താണ്ട് അതിനുള്ള പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം. അതാണ് കമ്മിയാക്കി കൊടുക്കാം. ഇന്ത്യയിൽ ഒന്നും വലിയ കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ ചെറിയ അവിടെ ഇവിടെ 10 രൂപ പണിയുണ്ട്. അതൊക്കെ നമുക്ക് വണ്ടിയല്ലേ? 4 അലൈവിലും എക്സ്ട്രാ വെച്ചാണല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3,25,000 കൊടുക്കാം. നേരിട്ട് വന്ന് എന്തെങ്കിലും കുറച്ചാവും കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടും? ലോൺ കിട്ടും, മാക്സിമം 2.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. ഷവർലെറ്റിന്റെ ഒരു യുവ പരിചയപ്പെടാം. ചെറിയ റേറ്റിൽ കൊടുക്കാൻ പറ്റിയ തരക്കേടില്ലാത്ത വണ്ടി. മോഡൽ എത്ര വരുന്നത്? 2013 മോഡൽ. ഓണർഷിപ്പോ 3, തേർഡ് ഓണർഷിപ്പ്. ഇതിപ്പോ കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 1ന്റെ പുറത്തുണ്ടാവോ? 1ന്റെ പുറത്ത് ഓടി ഉണ്ടാവില്ലേ? ഇതിപ്പോ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഡീസലാ? ഡീസൽ. അപ്പൊ എത്ര കിട്ടും മൈലേജ്? 18 കിട്ടും. 18 ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഇന്റീരിയർ തന്നെ വരുന്നത്. സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? എത്ര കൊടുക്കാം? 1.40 കൊടുക്കാം. 1,40,000 റുപ്യക്ക് ലോൺ കിട്ടും? ഇതിനൊക്കെ ലോൺ ഒരു ഉറുപ്പ് കിട്ടും അല്ലേ? ഒരു 40,000 റുപ്യ ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം. അപ്പൊ ചെറിയ വിലക്ക് ഡിസയർ പരിചയപ്പെടാം. അതും ഡീസൽ 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. മോഡല് 2010 രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് എത്രയുണ്ട് ഏകദേശം? 3, തേർഡ് ഓണർഷിപ്പ് അല്ലേ? പിന്നെ ടയർ 4 അലൈവിലെ വരുന്നത്. പിന്നെ ഒന്നുമില്ല. ഓക്കെ, മേജർ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ബാക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടൊന്നും. ഇതൊന്ന് കഴുകണല്ലേ വണ്ടി? വേറെ പ്രശ്നമൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എന്താ ക്വാളിറ്റി വണ്ടിന്റെ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെറ്റ്, റിവേഴ്സ് ക്യാമറ തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? 2 ലക്ഷം റുപ്യ കൊടുക്കാം. 2 ലക്ഷം റുപ്യ കൊടുക്കാം. ലോൺ കിട്ടും ഇതിനൊക്കെ? ലോൺ ഒരു ഉറുപ്പ് കിട്ടും. 1.25 ലക്ഷം റുപ്യ ഏകദേശം ലോൺ കിട്ടുന്ന സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് കൊടുക്കാം കേട്ടോ. ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി കാണിക്കാത്ത വേറെ വണ്ടികളുണ്ട്, ഇനി കയറാൻ നിൽക്കുന്ന വേറെ വണ്ടികളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പെട്ടെന്ന് കോൺടാക്ട്. ആചരിക്കാണ് മാക്സിമം റേറ്റ് കുറച്ച് തരും. താല്പര്യമുള്ളവർ വന്നോളി, മാക്സിമം റെഡ്യൂസ് ചെയ്ത് തരും കേട്ടോ മൂപ്പര്. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.